കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഉണ്ണിമോളും അയ്യപ്പസ്വാമിയും മുത്തശ്ശി എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാൻ, അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലേക്ക്. ആ പോകുന്ന വഴിക്ക് വെച്ച ഒരു പെൺകുട്ടി അവിടെ കാർഡ് മുന്നിലേക്ക് വന്ന് ചാടുന്നേ. പെട്ടെന്ന് മുത്തശ്ശി എല്ലാരും ഇറങ്ങി വന്നിട്ട് അവളോട് ചോദിക്കാണ്, മോളെ നീ ഏതാ, നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന്, നീ ആരെ ഭയന്നിട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി ഒരക്ഷരം പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പേടിച്ച് ചുറ്റും നോക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, ഇവിടെ ആരോ കണ്ട് ഭയന്നിട്ടെന്ന പോലെ ഉണ്ട്. ഇവളുടെ വീട് എവിടെയാണെന്നറിയാൻ കൊണ്ടേ ആക്കായിരുന്നു. ഇവിടെ തന്നെ വിട്ടിട്ട് നമ്മൾ എങ്ങനെയാ പോണേന്ന് ചോദിക്കണം. അപ്പൊ അവര് പറഞ്ഞു, അതിന് ഇവളുടെ വീട് എവിടെയാന്ന് നമുക്ക് അറിയില്ലല്ലോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, എന്ത് ചെയ്യും, ഇവിടെ തനിച്ചിട്ട് ഇട്ടിട്ട് പോകാനൊരു മടി. ഒരു കാര്യം ചെയ്യാം, ഇതിലൂടെ ആരെങ്കിലും വരുമ്പോൾ അവരോട് ചോദിക്കാം, ഈ പെൺകുട്ടീനെ അറിയാവുന്ന. ഒരുപക്ഷെ ആർക്കെങ്കിലും അറിയായിരിക്കും, ഈ പരിസരത്തുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും എന്ന് പറയാം. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേട്ടൻ അതിലൂടെ വന്നു. അപ്പൊ ആ ചേട്ടനോട് മുത്തശ്ശി വെച്ചു, അല്ല ഈ മോളെ അറിയാവുന്ന ചോദിക്കുകയാണ്. മോളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇല്ല അറിയത്തില്ല എന്ന് പറയാണ്. അപ്പൊ ഇത് എവിടുന്ന് വന്നാ? കാരണം ഈ പരിസരത്തുള്ള ആയിരിക്കും എന്ന് വിചാരിച്ചായിരുന്നേ. ഈ കുട്ടി ഇവിടെ മുമ്പ് കണ്ടായിട്ട് എനിക്കറിയില്ല, ഇവിടെയുള്ള അടുത്തുള്ള കുട്ടികളൊക്കെ എനിക്ക് അറിയാവുന്ന, പക്ഷെ ഈ മോളെ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അല്ല എന്താ ചോദിച്ചതെന്ന് ചോദിക്കാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ കാറിന് മുന്നിൽ വന്ന് പെട്ടതാ, ആരെയോ കണ്ട് പേടിച്ച് ഓടി വന്ന പോലെ ഉണ്ട്, അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറയണേ. പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. മുത്തശ്ശി ചോദിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഈ മോളെ ഇവിടെ തനിച്ച് വിട്ടിട്ട് പോവാനും ഒരു മടി. ഉണ്ണിമോള് പറഞ്ഞു, ഈ കുട്ടിയെ കാണാതെ ഇതിന്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഗിരിദേവനും പറഞ്ഞു, ശരിയാന്ന് പറയാണ്. ഈ സമയത്തല്ല ആ പെൺകുട്ടി ഇങ്ങനെ ചുറ്റും പരതി നോക്കുക, ആരോ തന്നെ പിന്തുടർന്ന് വന്ന പോലെ ആ പെൺകുട്ടിയുടെ നോട്ടം. പക്ഷെ അപ്പോഴും ആ കുട്ടി സത്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു ഈ കുട്ടിയുടെ വീട് എവിടെയാന്നോ അല്ലെങ്കിൽ എങ്ങോട്ടാ പോണ്ടെന്നോ. ഇതൊന്നും പറയുന്നില്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അവസാനം മുത്തശ്ശി പറഞ്ഞു, കാര്യം ചെയ്യാം, നമുക്ക് ഇവളെ കൊണ്ടായാലെന്ന് ചോദിക്കാം. ഉണ്ണിമോള് പറഞ്ഞു, മുത്തശ്ശി നട അടയ്ക്കും, ഇപ്പൊ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സമയമായെന്ന് പറയാം, ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊഴാൻ പറ്റില്ലെന്ന് പറയാം. ശരി, നമുക്ക് ഇവളെയും കൊണ്ട് പോകാം, അവിടെ വെച്ച് ആരുടെയും ചോദിക്കാം ഇവളെ അറിയാവോന്ന്. ആർക്കെങ്കിലും അറിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ കാറി കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ക്ഷേത്രത്തിലാണെങ്കിൽ ഒരാള് ഓടി നടക്കുമല്ലോടെ, എന്റെ മോളെ കണ്ടോന്ന് ചോദിച്ചോണ്ട്. മോളെ കണ്ടു ഓടി നടക്കുന്നുണ്ടപ്പോഴത്തേനും കണ്ടവരും ഒക്കെ പറഞ്ഞേ ഇല്ല കണ്ടില്ലെന്ന് പറയണം. മോളെ തമ്പൂരി മോളെന്നും പറഞ്ഞിട്ട് ഓടുവല്ലോടെ. അവസാനം തിരുമേനി അവിടെ നിപ്പുണ്ടായിരുന്നു. തിരുമേനിന്റെ അടുത്തേക്ക് വരുവാണ്. തിരുമേനിന്റെ അടുത്ത് വന്നു ചോദിച്ചു, അതെ എന്റെ മോളെ കണ്ടോ, തമ്പുരി മോളെ കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇല്ല രഘു, ഞാൻ കണ്ടില്ലെന്ന് പറയണം. പക്ഷെ എന്താ മോളിത് എവിടെ പോയി, അല്ല അവൾ എവിടെ പോവാനാ, ആൾ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാം. ഇല്ല തിരുമേനി, ഞാൻ ഒന്ന് രണ്ട് അർജന്റ് കോളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാൻ കയറിയതായിരുന്നു. കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മോളെ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവൾ ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കുമെന്ന്. അവൾ ഈ ക്ഷേത്രം വിട്ട് വേറെ ഒരിടത്തും പോവാറില്ലല്ലോ തിരുമേനി, അവൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, അവളെ ആ അദൃശ്യശക്തി പിന്തുടരുന്നുണ്ടല്ലോ, അത് അവൾക്ക് നന്നായിട്ടറിയാം. അവള് സ്വയം മനസ്സാലും ഒരിടത്തേക്കും പോവില്ല തിരുമേനി, അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. പെട്ടെന്ന് തിരുമേനി പറഞ്ഞ്, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക, ഈ അന്നപൂർണേശ്വരി ദേവിയുടെ നടയിൽ നിന്നും ആർക്കും ആരെയും കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, മോള് തിരിച്ചെത്തും, ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ആ സമയത്ത് തിരുമേനി ഇത്രയും പറഞ്ഞിട്ടുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രഘു പിന്നെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങുക. ഈ സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാരോടും കൂടെ ചോദിച്ചാലവിടെ വന്ന ക്ഷേത്രത്തിലുണ്ടായിരുന്നേ. അപ്പൊ അവരൊന്നും കണ്ടില്ലെന്നുള്ള മറുപടിയാ പറഞ്ഞേ. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്തോടെ ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക, എന്റെ ദേവി എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം, അവൾക്കൊരു ആപത്തും വരത്തില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് പുറത്തൊരു കാറ് വന്ന് നിന്നേ. ആ കാറിനകത്തുനിന്ന് ആദ്യം മുത്തശ്ശി ഇറങ്ങി, പിന്നീട് ഗിരിദേവനും ബാബരും എല്ലാവരും ഇറങ്ങുക. അപ്പൊ ഈ കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് രഘുറാം തിരിഞ്ഞു പോയി കാണുമ്പോ അതിനകത്തുനിന്ന് ഇറങ്ങി തന്റെ മോളിറങ്ങി വരുന്ന കാഴ്ച കണ്ടത്. ഈ കാഴ്ച കണ്ട് ഓടി രഘു അങ്ങോട്ട് ചെല്ലുവാണ്, മോളേന്നും പറഞ്ഞുകൊണ്ട്. അവളും വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് രഘുവിനെ. അപ്പത്തേന് മുത്തശ്ശി വെച്ച്, നിങ്ങളുടെ കുട്ടിയായിരുന്നെന്ന് ചോദിക്കും. അതെ എന്റെ മോളായിരുന്നു, ഇത്ര സമയം ഇവളെ കാണാതെ ഞാൻ ഇവളോടെ അന്വേഷിച്ച് നടക്കുക, ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് അറിയാമെന്ന് മോളോട് ചോദിക്കുക. മോളിത് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് മോളൊന്നും മിണ്ടിയില്ല. മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയാ കുട്ടീനെ വഴിക്ക് വെച്ച് കാണുന്നേ, ആരെയോ കണ്ട് ഭയന്ന് ഓടിയതുപോലെയാ കാറിന്റെ മുന്നിലേക്ക് വന്നത്, പിന്നെ അവിടെ വിട്ടിട്ട് പോരാൻ തോന്നില്ല. ഈ ക്ഷേത്രത്തിലേക്ക് വരുവാണെങ്കിൽ ആരുടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആരാന്ന് പറയും, അവളുടെ അച്ഛനും അമ്മേനെ തിരിച്ചേൽപ്പിക്കാന്ന് ഓർത്താ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, അതിപ്പം നല്ല കാര്യമായി പോയല്ലോ എന്ന് പറയാ. മുത്തശ്ശിയോടും ഗിരിദേവനോടും എല്ലാവരോടും പറഞ്ഞു, നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്, എന്റെ മോളെ കാണാൻ ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു എന്നും പറഞ്ഞ് മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നന്നായില്ലേ ഗിരിദേവ, ഇല്ലെങ്കിൽ പാവം മോള് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവിടെ നിന്നേനെന്ന് പറയാ. പിന്നീട്
മുത്തശ്ശിയോട് ഉണ്ണിമോള് പറയാ, ഇതാ അന്നപൂർണേശ്വരി ദേവിയുടെ ക്ഷേത്രം, ഇത് അപ്പുറത്ത് കാണുന്ന കഴകപ്പുര. ഞങ്ങൾ ഇവിടെ ആദ്യം വന്നതേ തൊഴാൻ വേണ്ടി വന്നതൊന്നും അല്ല. ഞങ്ങളുടെ കൂടെയുള്ള ലെമ്പൂന്, അതെ ഗിരിദേവന്റെ ചേട്ടനുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ ലെമ്പൂനാണെങ്കിൽ പായസം കുടിക്കണം ഭയങ്കര പൂതി. അങ്ങനെ ഞങ്ങൾ വന്നതാ. പക്ഷെ അങ്ങനെ വന്നുകൊണ്ട് എന്താ, ഇവിടെ വന്നതിന് ശേഷമാ എന്റെ അമ്മേനെ എനിക്ക് കാണാൻ പറ്റിയത്. ഇതെല്ലാം കേട്ട് ഞാൻ മുത്തശ്ശി പറഞ്ഞു, ഓ മനസ്സിലായി, ഇവിടെ വെച്ചാണല്ലേ ഉണ്ണിമോളുടെ അമ്മ ഇങ്ങോട്ട് വന്നേ. ഈ സമയം ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പെട്ടെന്ന് ഗിരിദേവനോട് പറഞ്ഞു, എനിക്കറിയാം ഇതെല്ലാം ഗിരിദേവന്റെ ഒരു മായാലീലകളല്ലേന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പറയാം. പിന്നെ ഒരു കാര്യമുണ്ട് മുത്തശ്ശി, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കല. അങ്ങനെ ഉണ്ണിമോളുടെ പ്രാർത്ഥനയും ദേവി കേട്ടു. ഇവിടെ അന്നപൂർണേശ്വരി ദേവിയാ, സാക്ഷാൽ പാർവതി ദേവിയാ. പാർവതി ദേവിക്ക് തന്റെ മക്കളുടെ വിഷമം കണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ തന്റെ ഭക്തിയായ ഒരു മകള് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സംരക്ഷിച്ച് അവളുടെ വിഷമം മാറ്റേണ്ട ദേവിയുടെ ഉത്തരവാദിത്വമാണ് ദേവി കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദേവി ഒരിക്കലും കൈവിടില്ല ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്, ഇനി ഒന്നും പറയണ്ട ഗിരിദേവാന്ന് പറയാണ്. അന്നപൂർണേശ്വരി ദേവിയുടെ മായാലീലകളായതെന്നെല്ലാം മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് മുത്തശ്ശി ഉണ്ണിമോളും കൂടെ അങ്ങനെ തൊഴാൻ ചെല്ലുമ്പത്തേനും തിരുമേനി കണ്ടു. തിരുമേനി ഓടി വരുവാണ്. ആരാ അത്, ഉണ്ണിമോളോ? കുറെ ദിവസമായല്ലേ കണ്ടിട്ടെന്ന് പറയാണ്. അല്ല, ഉണ്ണിമോള് പറഞ്ഞു, ഇതെന്റെ മുത്തശ്ശി എന്ന് പറയണം. ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ മുത്തശ്ശി, നിങ്ങളുടെ മോള് ഭാഗ്യം ചെയ്ത കുട്ടിയാ. ഇവള് ആദ്യം ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ ഇവിടുത്തെ ദേവി തിരിഞ്ഞിരിക്കുമായിരുന്നു. പിന്നീട് ഇവള് പ്രാർത്ഥിച്ചതിനല്ല ശേഷം ഇവളുടെ അനുഗ്രഹം കൊണ്ടാണ് ദേവി ഇങ്ങോട്ട് നേരെ തിരിഞ്ഞത്. ഈ നാടിന് തന്നെ ഒരു സന്തോഷമുള്ളതിന്റെ വാർത്തയായിരുന്നു, അറിയാവോ? ഈ നാടിനെ അവള് രക്ഷിച്ചെന്ന് പറയാ. ഈ സമയത്ത് കുറെ ചേച്ചിമാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഉണ്ണിമോളോ എപ്പോ വന്ന് ഉണ്ണിമോളെന്ന് ചോദിക്കുവാണ്. ഉണ്ണിമോളെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറയാണ്. എന്താ രമണി ചേച്ചി, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. എന്റെ മോനൊരു കട ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒരു ഐസ്ക്രീം കടയാ തുടങ്ങിയേക്കുന്നേ. അപ്പൊ ഉണ്ണിമോളെ കൊണ്ട് തിരി തെളിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ നടന്നില്ല. ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ തിരുമേനിക്കും ഉണ്ണിമോളുടെ വീടോ ഉണ്ണിമോളുടെ ഫോൺ നമ്പറോ ഒന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാ, അല്ലെങ്കിൽ എന്റെ മോന്റെ കട ഉദ്ഘാടനത്തിന് മോളെ വിളിച്ചാണെന്ന് പറയാ. ഉണ്ണിമോള് പറഞ്ഞു, അതിനിപ്പോ എന്താ, കുഴപ്പമില്ല, ഞാൻ ആ കടയിൽ വന്നോളാം എന്ന് പറയണം. ശരി ഉണ്ണിമോളെ, വന്നിട്ടോ പോകാളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രമണി ചേച്ചി അങ്ങോട്ട് പോവാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. മുത്തശ്ശി ഉണ്ണിമോളെ അവിടെ പിടിച്ചിരുത്തുക. ഞാൻ ഈ കാഴ്ചകളെ കാണാനായിട്ട് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഉണ്ണിമോള് പറഞ്ഞു, മുത്തശ്ശി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഗിരിദേവൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. ഞാൻ ഇവിടെ വരണമെന്നൊക്കെ ഉണ്ടായിരിക്കും. മുത്തശ്ശി പറഞ്ഞു, ശരിയാ, മോൾ ഇവിടെ വരണമെന്നും മോളുടെ ദോഷം മാറണമെന്നൊക്കെ ദേവി ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും മോളെ ഇങ്ങോട്ട് ഗിരിദേവൻ കൊണ്ടുവന്ന് പറയാ. ഉണ്ണിമോള് പറഞ്ഞു, ഞാനിവിടെ വന്നോണ്ടല്ലേ എനിക്ക് എന്റെ ദോഷങ്ങളൊക്കെ മാറി കിട്ടിയത്. ശബരിമലയ്ക്ക് പോകാനായിട്ട് വന്നാ, പക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇന്ന് എനിക്ക് സന്തോഷമുള്ള മുത്തശ്ശി എന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, നന്നായിട്ട് അന്നപൂർണേശ്വരി ദേവിയോട് പ്രാർത്ഥിച്ചു, മോളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി കിട്ടിയില്ലേ, ഇനിയും മോളെ കാത്തു രക്ഷിക്കുമെന്ന് പറയാണ്. പിന്നീട് അന്നപൂർണേശ്വരി ദേവിയുടെ അരിയിലേക്ക് അയ്യപ്പസ്വാമി എടുത്തുവാണ്. അങ്ങനെ അമ്മയ്ക്ക് പ്രണാമമൊക്കെ കൊടുത്തതിന് ശേഷം അമ്മയോട് ചോദിക്കുകയാണ്, അല്ലമ്മേ, എന്തുകൊണ്ടാണ് ഉണ്ണിമോളുടെ സ്വപ്നത്തിൽ അങ്ങനെ ഒരു ദർശനം കൊടുത്തേ? ഞാൻ അത്ര ആടയാഭരണങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്ന സ്വപ്നം കാണിച്ച് എന്തിനാന്ന് ചോദിക്കുകയാണ്. അപ്പം ദേവി പറഞ്ഞു, അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പുത്ര എന്ന് പറയണം. അതെങ്ങനെ നടക്കുമെന്ന് അമ്മ പറയുന്നേ? അതിനുള്ള ഭാഗ്യമൊന്നും അവർക്കില്ല, അവര് പാവങ്ങളാന്ന് പറയാം. ആടയാഭരണങ്ങളൊക്കെ ധരിച്ച പുത്രൻ നിൽക്കുന്നയാൾ ഉൾക്കണ്ണി കാണുന്നുണ്ട് ആ ഒരു കാഴ്ച. അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്ന് പറയാണ്. അപ്പം ഇപ്പൊ സ്വാമി പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അമ്മ പറയുന്നതിന്റെ പൊരുൾ എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയാം. ധൈര്യമായിട്ടിരിക്കെ, വൈകാതെ അത് മനസ്സിലാവും. ഉണ്ണിമോളെയാണ് അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള ആടയാഭരണങ്ങളൊക്കെ ഉണ്ണിമോള് കൊണ്ടുതരുമെന്ന് പറയാം. ഉണ്ണിമോള് കൊണ്ടുതരുവോ? ധൈര്യമായിട്ടിരുന്നോ. ഉണ്ണിമോൾക്ക് അതിനുള്ള വഴിയൊക്കെ കാണിച്ചു കൊടുക്കും ഞാൻ. ഉണ്ണിമോൾ അതുമായിട്ട് വരും. ഉണ്ണിമോൾ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഉണ്ണിമോളുടെ അടിയിലേക്ക് ഒത്തിരി സ്വർണ്ണാഭരണങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. പുത്രനെ കിട്ടാനുള്ളത് പുത്രനെ കിട്ടുമെന്ന് പറയാണ്. അങ്ങനെ ദേവിക്ക് പ്രണാമമൊക്കെ അർപ്പിച്ച് ഗിരിദേവനും കൂടി പോരുകയാണ്. ഈ സമയത്ത് ആലിന്റെ ചുവട്ടി വന്ന് മുത്തശ്ശിയും വാവരും അവർ ഉണ്ണിമോളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗിരിദേവൻ അങ്ങോട്ട് വരുന്നത്. ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശിക്ക് ഒരു കാര്യം അറിയാവോ? ഇവിടെ ആദ്യം ഉണ്ണിമോള് വന്ന സമയത്ത് ദേവിയുടെ വിഗ്രഹം തിരിഞ്ഞായിരുന്നിരുന്നേ. പിന്നീട് ഉണ്ണിമോള് വന്ന് ദേവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നീടാണ് ദേവിയുടെ വിഗ്രഹം തിരിഞ്ഞു വന്നേന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞ് മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയാം കഥകളൊക്കെ. ഇവിടുത്തെ അന്നപൂർണേശ്വരി ദേവി കോപിച്ചിരിക്കുകയായിരുന്നില്ലേ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു അന്നം മോഷ്ടിച്ച് സ്വന്തം മകന് പിറന്നാൾ സദ്യ ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരില് ആ അമ്മ അനുഭവിച്ച പീഡനങ്ങൾ, അതിന്റെ പേരിൽ ആ അമ്മ സ്വയം ജീവനൊടുക്കി.
അപ്പൊ അതിന്റെ പേരിലാണ് ദേവി പിണങ്ങിയിരുന്നത്. പിന്നീട് ദേവി ഉണ്ണിമോള് വന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നതൊക്കെ ആ കഥകളൊക്കെ പറയാം. അത് നമ്മൾ മുമ്പ് കണ്ടുള്ള കഥകളൊക്കെയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാപുരി അതെങ്ങനെ മുത്തശ്ശിക്ക് അറിയാന്ന് ചോദിക്കും. എല്ലാം ഉണ്ണിമോൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഉണ്ണിമോള് ആടയാഭരണങ്ങള് കുറെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കിട്ടുമെന്നാ പറയണേ ഉണ്ണിമോൾക്ക്. അത് എവിടുന്നാന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.